അവരെന്തിനാന്ന് ചോദിച്ചോ? ബിജെപിയിൽ ചേർന്നെന്തിനാന്ന് ചോദിച്ചോ? ബിജെപി അവര് പിന്നെ വേഷം പഠിച്ചിട്ട് പോയ ഭീഷണൊക്കെ പഠി. അത് ശരി, CPM-കാരാ ഭീഷണിപ്പെടുത്തിയത്. ഇതിപ്പോ ഈ നിങ്ങൾ ഈ അടുത്ത കാലത്ത് കുറച്ച് ആളുകളൊക്കെ BJP-യിൽ ചേർന്നിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന്. ഞാൻ ഒരു പാർട്ടികൾക്ക് ആർക്കും ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇത്തവണ എന്താണ് ഈ പ്രാവശ്യം ഞാൻ BJP-ക്ക് വോട്ട് ഞാൻ കൊടുക്കുള്ളൂ. ഉറപ്പാണ്. ഇതുവരെയ്ക്കും ഇവർക്ക് ഇതാ കൊടുക്കാ അത് കൊടുക്കാതെ പറഞ്ഞിട്ട് ഒരു സാധനം വരെ കൊടുത്തിട്ടില്ല. ഇവരുടെ വീട്ടിലൊരു പാമ്പ് കയറി കഴിഞ്ഞാൽ ഈ കുട്ടികൾ, ഈ ചെറിയ ചെറിയ കുട്ടികൾ, ഈ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാ ഇവിടെ ഫുള്ള് കാടാണ്. ഇതിനുള്ള ഒരു പാമ്പോ ഇതോ വന്നു കഴിഞ്ഞാൽ ഇവര് രക്ഷപ്പെടാൻ എന്താ ചെയ്യാ? അച്ഛാ, ഈ ഊരിന്റെ അവസ്ഥ എന്താണ്? നിങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളോടെല്ലാം പറയാനുള്ളത്, അറിയിക്കാനുള്ളത് എന്താണ്? അന്നാൾക്ക് 83 വയസ്സായി. ഇതുവരെയ്ക്ക് കോൺഗ്രസും മാർക്സിസ്റ്റും മാറി മാറി ഭരിച്ചിട്ട് ഈ കോളനിക്ക് ഒന്നും തന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, പെരകളും കുടികളും ഒക്കെ കണ്ടില്ലേ? വഴിയില്ല, വെളിച്ചമില്ല, വെള്ളമില്ല, പറഞ്ഞ ഞാൻ കിടക്കണം. ഈ മാറി മാറി ഭരിക്കുന്നവരായി തിരിഞ്ഞു പോകുന്നില്ല. അപ്പൊ ഇപ്പൊ BJP വന്നിട്ടുണ്ട്. BJP പറയണു ഞങ്ങൾക്ക് വോട്ട് തരില്ല, നിങ്ങള് വോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സാറും ഞങ്ങൾ ചെയ്തു തരാമെന്ന എന്നാ പറഞ്ഞേക്കണം. ഇപ്പോ ഈ BJP-യിലെ അംഗത്വം എടുത്ത് വന്നപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നു? അപ്പോ അതന്നെ പറയണത്. അത് പറഞ്ഞത് മറ്റു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ചോദിച്ചോ? BJP-യിൽ ചേർന്നെന്തിനാന്ന് ചോദിച്ചോ? BJP ചേർന്ന അവര് പിന്നെ വേഷം പഠിച്ചിട്ട് പോയ ഭീഷണൊക്കെ പഠി. അത് ശരി, CPM-കാരാ ഭീഷണിപ്പെടുത്തിയത്. ഇപ്പോ ഊരിന്റെ മൂപ്പനാണോ താങ്കള്? അതെ. ഏതൊക്കെ വിഭാഗങ്ങളുണ്ട്? ഞങ്ങള് കാട്, കുറിച്ചര്, പണിയര്, പിന്നെ നായ്ക്കന്മാര്, പണിയര്, കാട്, കുറിച്ചന്മാര്, മലയര്. ഇപ്പൊ എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ? ഇവിടെ 15 കുടുംബം. ഇപ്പൊ ഈ കുടുംബങ്ങൾക്ക് എന്താ വീട്, കാര്യങ്ങളിൽ ബാത്റൂം പോലൊന്നും ഇല്ല എന്ന് പറയുന്നത് അത് ശരി തന്നെയാണോ? ശരിയാണ്. ബാത്റൂം ഒന്നും ഇല്ലാത്ത അവസ്ഥ. അതെ. അപ്പൊ ഇത് ചോദിക്കുന്ന സമയത്ത് എന്താ അവര് പറയുന്നത്? ഈ ചോദിക്കുന്നത് ഞങ്ങൾ ശരിതരാ പറയണ്ട. ഇപ്പൊ കൊല്ലം കോഴിയായി. എത്ര വർഷമായി താങ്കളിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി? എനിക്ക് 83 വയസ്സിനിടയ്ക്ക് ഒരു 6-7 വയസ്സ് മുതൽക്ക് എനിക്കറിയാം. ഇവിടെ ഉണ്ട്. ഈ ഊരിൽ തന്നെ. അപ്പൊ ഇത് അതിനിടയിൽ ഒരുപാട് ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ വരുന്ന ഇവിടുത്തെ CPM-ന്റെ UDF-ന്റെ ഒക്കെ നേതാക്കന്മാരോട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളോടൊക്കെ ഈ ഒരു ആവശ്യങ്ങൾ പറയാറില്ലേ? എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അത് അപ്പൊ ഇത് കഴിഞ്ഞാൽ കർഷകർക്ക് തരാൻ പറയും. വോട്ടിന് മാത്രം അങ്ങനെ പറയും. വോട്ട് കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല. ഇനി അവസാനത്തെ പ്രതീക്ഷ ഇപ്പൊ BJP ആണോ? അതെ, അവസാനത്തെ ഭരണം BJP ആണ്. അപ്പൊ ഇതിന് മുന്നോടിയായിട്ട് വരുന്ന സ്ഥാനാർത്ഥികൾ വന്നിട്ട് നിങ്ങളിപ്പോ പറയാറുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇന്ന ആവശ്യം വേണം, അല്ലെങ്കിൽ ഇന്ന വസ്തു വേണം എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ വീട് വേണം, ബാത്റൂം വേണം എന്നൊക്കെ പറയുമ്പോൾ ഇവരത് തരാം എന്നാണ് പറയാറ്. അത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. അതെ, ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ശരി. അപ്പൊ ഇത് നിങ്ങൾ ഒന്നിച്ചെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണോ? അതെ. ഇനി BJP-യെ സപ്പോർട്ട് ചെയ്യാം. നമസ്കാരം. ചേട്ടാ, ഇപ്പോ ഈ ആദിവാസി ഊരിലെ ഏകദേശം ഒരു 10-20ഓളം ആളുകൾ BJP-യിൽ അംഗത്വം എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം? ഈ ആദിവാസി കോളനിയിൽ വീടില്ല, ബാത്റൂം ഇല്ല, മെയിനായിട്ട് ഇവർക്ക് വർക്കില്ല, പണികളൊന്നും കൊടുക്കണില്ല. ആരാ എന്താ കൊടുക്കണം? ഈ പാവങ്ങളെ ദ്രോഹിക്കുക എന്നല്ലാണ്ട് ഈ വർഷം 96 കാലഘട്ടം മുതൽ CPM-ന്റെ ഭരണമാണ് ഇവിടെ. ഇതുവരെയ്ക്കും ഇവർക്ക് ഇതാ കൊടുക്കാതെ അത് കൊടുക്കാതെ പറഞ്ഞിട്ട് ഒരു സാധനം വരെ കൊടുത്തിട്ടില്ല. ഇവരുടെ വീട്ടിലൊരു പാമ്പ് കയറി കഴിഞ്ഞാൽ ഈ കുട്ടികൾ, ഈ ചെറിയ ചെറിയ കുട്ടികൾ, ഈ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാ ഇവിടെ ഫുള്ള് കാടാണ്. ഇതിനുള്ള ഒരു പാമ്പോ ഇതോ വന്നു കഴിഞ്ഞാൽ ഇവര് രക്ഷപ്പെടാൻ എന്താ ചെയ്യുക? പാവങ്ങൾ ഈ കാലങ്ങളായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ട് വരണം. ഒരു ഇവിടുത്തെ വീട്ടുകളിൽ ജനലില്ല. 3 പെൺകുട്ടികളുള്ള വീടാണ്. ഇതൊരു ബാത്റൂം ഇല്ല. അവർ കുളിക്കണമെന്നുണ്ടെങ്കിൽ രാത്രിയാണ് പോയി കുളിക്കുന്നത്. ഇതാണ് അവസ്ഥ, ഇവിടുത്തെ അവസ്ഥ ഇതാണ്. അപ്പൊ ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളൊക്കെ ഇവിടെ അവർ പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണത്? ഈ പാവങ്ങള് എന്ന് പറഞ്ഞ പാവങ്ങൾക്ക് ചെയ്തതല്ല, പാവങ്ങളെ വീണ്ടും പാവങ്ങളാക്കുകയാണ്. കാരണം അവർക്ക് വീണ്ടും വോട്ട് കിട്ടണ്ടേ. ഇല്ലെങ്കിൽ ഇവർക്ക് കോളനി കയറാൻ കഴിയില്ലല്ലോ. നാളേക്ക് ഇവിടെ ഒരു വീട് പണി പറയുന്നത് ഇത്രയും വീടുണ്ട്, നിങ്ങൾ തന്നെ നോക്കൂ, ഇത്രയും വീട്. ഇതൊക്കെ ഒരു നാട്ടിൽ നടക്കുന്ന കാര്യമാണോ? ഇത്രയും വീടുകളുണ്ട്. ഇതിലൊക്കെ ഞാൻ പറയട്ടെ, ഈ പിള്ളേരിനൊക്കെ ജീവിതാവസ്ഥ ഇവരിനെ പിന്നെയും അതിലേക്ക് കൊണ്ടുവരികയാണ് ഇവർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പാവങ്ങളാക്കുകയാണ്.
ഒരു തൊഴിലില്ല. ഇവര് കാട്ടിൽ പോയിട്ട് വല്ല വള്ളിയോ ഇതോ പറിച്ചിട്ടാണ്. 17 രൂപയാണ്. എന്താണ് വില? 17 രൂപ അല്ലേ ഒരു കിലോ? 17 രൂപയ്ക്ക് വേണ്ടിയിട്ട് 15 രൂപ ഒരു കിലോ മറ്റേ കുറുന്തോട്ടി വലിച്ച അവർക്ക് കിട്ടുന്നത്. ഇതില് അവർ ജീവിക്കുന്ന എത്ര പേരാണെന്നറിയോ? ഒരു കുടുംബം കംപ്ലീറ്റാ ജീവിക്കുന്നത്. ഇവർ കൊടുക്കാൻ വേണ്ടി എന്താ കൊടുക്കുന്നത്? ഇതന്നെ കൊടുക്കല്. ഇവരെ സാധാരണക്കാരാക്കുക. ഇവർക്ക് ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പൊ ഈ ഞബിന്റെ ആവശ്യം എന്താ പറയുക? മെയിൻ ആയിട്ട് അവർക്ക് വീട് കെട്ടി കൊടുക്കുക, ബാത്റൂം ഇല്ലാത്ത ബാത്റൂം കെട്ടി കൊടുക്കുക, ഇതൊക്കെ ചെയ്തു കൊടുക്കുക. അവരെന്താ പറഞ്ഞത്? BJPക്ക് സ്വയമായിട്ട് വന്നതല്ല, അവർ മനസ്സ്. എന്നിട്ടും ഇവിടെ CPM ഒരുപാട് പേര് BJPന്റെ അവരായി സ്വയമായിട്ട് വരികയാണ്. ഞങ്ങൾ BJPക്ക് വരാം, ഞങ്ങൾക്ക് നല്ല ചെയ്യും എന്ന് പറഞ്ഞാണ് അവർ വരുന്നത്. ഇപ്പൊ അവർക്ക് വേണ്ടത് അവർക്ക് കിടക്കാനൊരു വീട്. ഇതിനുള്ളിൽ ഒരു പാമ്പ് കയറി കഴിഞ്ഞാൽ ഇവർക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഇതിനുള്ളിൽ കൂടെ കയറിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഈ വീടിന്റെ ഉള്ളിൽ കൂടെ ഈ കുട്ടികളെ ചെറിയ മക്കളിനെയും വെച്ചിട്ട് ഈ വീടിന്റെ ഉള്ളിൽ കൂടെ ഒരു പാമ്പ് കയറി കഴിഞ്ഞാൽ ഇവന്റെ അവസ്ഥ എന്താ? ആര് നോക്കും? ഇവരുടെ വീണ്ടും വീണ്ടും പാവങ്ങളൊക്കെ അല്ലേ. അവർക്ക് വേണ്ടത് മെയിനായിട്ട് ബാത്റൂമും വീടും. ഈ രണ്ടാണ് അവർക്ക് ചോറ് ചോദിക്കുന്നില്ല. അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് സമാധാനമായിട്ട് കടന്നുറങ്ങാൻ ഒരു വീട്. ഇത്രേ വേണ്ടു അവർക്ക്. ഇതാണ് ഇവരുടെ ആവശ്യം. അതുകൊണ്ടാണ് അവർ BJPയിലേക്ക് വന്നതും. എന്നിട്ട് അതിലും കുറെ പേര് ഭീഷണിപ്പെടുത്താണ്ടായിരുന്നു. പക്ഷെ അവർ ഭീഷണിക്ക് വഴങ്ങാത്ത പിള്ളേരാണ് ഇവര്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവർക്ക് കയറി കിടക്കാൻ സ്ഥലം വേണം, അത്രേ ഉള്ളൂ. ഒരു മൂന്ന് പെൺകുട്ടിയുള്ള ഒരു വീടുണ്ട്, ഞാൻ കാണിച്ചുതരാം. ജനലില്ല, അവര് ബാത്റൂമില്ല, ഡ്രസ്സില്ലാതെ പിള്ളേര് രാത്രി ബാത്റൂമിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കേരളത്തിലാണ്, ബംഗാളല്ല, അത് കേരളമാണ്. ഈ ബാത്റൂം ഇല്ലാത്തതിന്റെ പേരില് രാത്രി അവർക്ക് ബാത്റൂം പോകാൻ പറ്റുള്ളൂ. ഈ പെൺകുട്ടികളല്ലേ എവിടെ പോകും? ഇപ്പൊ ഞാൻ റോട്ടിൽ കൂടെ ഇഷ്ടം പോലെ ആൾക്കാർ പോകും. ഒരു കുട്ടിക്ക് ഒരു ബാത്റൂം പോകാൻ വേണ്ടി വന്നാൽ ഇതാണ് നമ്മുടെ ആദിവാസി മൂപ്പനും വന്നിട്ടുണ്ട്. മൂപ്പനും പറയും ഇവരെ പിള്ളേർക്ക് വീടില്ല, അവർ കയറുന്ന ഉറങ്ങാൻ സ്ഥലമില്ല, അവർക്ക് ചെയ്തു കൊടുക്കട്ടെ. അതിനുള്ള സർക്കാർ ഒരുപാട് വാഗ്ദാനം നമ്മളൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഇതുവരെയ്ക്കും. മാറി വരുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഇവരൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇവര് ഇപ്പൊ മനസ്സ് മാറിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ആരാ എന്താ ചെയ്യുക. ഇപ്പൊ സുരേഷ് ഗോപി ഏട്ടനെ ഇവിടെ വരുത്തണമെന്നാ പറയുന്നത്. ഇവർക്ക് വീട്ടിൽ കയറി കൊടുന്ന അവർക്ക് പറയാ മനസമാനത്തിൽ നിന്ന് കടന്നുറങ്ങിയിട്ട് ഈ പിഞ്ച് പിള്ളേരിനും വെച്ച് അവർക്ക് ഉറങ്ങണം ഒരു ദിവസമെങ്കിലും. ഈ വോട്ടെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഇവിടെ ഈ ആദിവാസികൾ BJPയിൽ അംഗത്വം എടുത്ത് അംഗത്തെടുത്തോ, BJPയിൽ അംഗത്തെടുത്തോ, അവർക്ക് ജയിക്കണം. അവർക്കറിയാം സുരേഷ് ഗോപിയായിട്ട് എന്തെങ്കിലും ചെയ്യും എന്ന് മാത്രമാണ് അവരുടെ പ്രതീക്ഷ. എന്ന് പറഞ്ഞാൽ BJP സർക്കാരോട്, നരേന്ദ്രമോദി സർക്കാരിനോടും കംപ്ലീറ്റ് കമ്മിറ്റ്മെന്റിലാണ് സുരേഷ് ഗോപി നമുക്ക് ചെയ്യും എന്നാണ് ഇവർ പറഞ്ഞത്. സുരേഷ് ഗോപി അങ്കിളിട്ട് കൊണ്ടുവരണം എന്നാ പറഞ്ഞത്. ഈ ചെറിയ പിള്ളേരടക്കം കൊടുന്ന് ഞങ്ങളുടെ അവസ്ഥ ഒന്ന് കാണിക്കുന്നു. അവർക്ക് ആവശ്യം ഇവിടെ താമസിക്കാൻ വീടും ഒരു ബാത്റൂമും. അവർക്ക് മെയിനായിട്ട് ബാത്റൂം അനുവദിച്ചു കൊടുത്തേ പറ്റൂ. കാരണം അവർ കഴിയില്ല, പെൺകുട്ടികളല്ലേ, നമുക്ക് അങ്ങനെ പറയാം. നമസ്കാരം, പേരെന്തായിരുന്നാ? എൻ്റെ ഒരു അനീഷാണ്. ഇപ്പോ എത്ര വർഷമായി ചേട്ടാ ഈ ഒരു വീട് ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ കിടക്കുന്നത്? ഒരു 19 വർഷമായിട്ടോ ഇത് ഇരിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോ ഇത് നിരന്തരമായിട്ട് ഇവിടുത്തെ മറ്റു ഭരണാധികാരികളെ സമീപിക്കുന്ന സമയത്ത് എന്താ അവരെല്ലാരും പറയുന്നത്? നമുക്ക് ഇതിന് മുമ്പ് ഒരു പെര കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ, പക്ഷെ അത് മുകളിലാണ്. അത് പണി ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് 2-3 വർഷം മഴ കൊണ്ട് മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് പോയി. എന്നിട്ടാണ് പിന്നെ ഞങ്ങള് അവിടെ, ഞാൻ ഫസ്റ്റ് ഒരു വോട്ട് വരെ അവിടെ ഉണ്ടായിരുന്നു നമുക്ക്. അതും ഇടിഞ്ഞ് പൊളിഞ്ഞപ്പോഴാണ് പിന്നെ ഇവിടെ ഷെഡ് വെച്ച് ഞങ്ങൾ ഇരുന്നത്. ഇതിപ്പോ ഈ നിങ്ങൾ ഈ അടുത്ത കാലത്ത് കുറച്ച് ആളുകളൊക്കെ BJPയിൽ ചേർന്നിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന്. ഞാൻ ഒരു പാർട്ടികൾക്ക് ആർക്കും ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇത്തവണ എന്താണ് ഈ പ്രാവശ്യം ഞാൻ BJPക്ക് വോട്ട് ഞാൻ കൊടുക്കുള്ളൂ.